ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണം എന്നീ ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഈ സമരക്കാർ വെക്കുന്നത്. ന്യായമായ ആവശ്യങ്ങളാണ്. പക്ഷേ കേന്ദ്രം ഫിക്സഡ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, മറ്റ് ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉന്നയിക്കാത്തത്? ഇത് കേരളം മാത്രം പരിഹരിച്ചു തരേണ്ട വിഷയമാണോ? ഞങ്ങളുടെ യൂണിയൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു യൂണിയനാണ്. കേരളത്തിലെ യൂണിയനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അത് ദേശീയ തലത്തിലുള്ള സ്കീം ഫോർ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ദേശീയ തലത്തിലുള്ള ഒരു സംഘടനയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി തവണ പാർലമെൻറ്റിന് മുമ്പാകെയും സമരങ്ങൾ നടത്തുകയും കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിരവധി തവണ ആവശ്യപ്പെടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം സമരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യൂണിയനായിട്ടും കൂട്ടായിട്ടും ഒറ്റയ്ക്കായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതാണ്. വളരെ ആദ്യം മുതലുള്ള ഇൻസെൻറ്റീവിൻ്റെ തുക തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് തുറന്നു പോവുകയാണ്. അത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഈ സമരം പ്രധാനമായിട്ടും ഓണറേറിയം അതുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുന്നത്. ആ സമയത്ത് പോലും സെക്രട്ടേറിയറ്റ് മുമ്പിലെ സമര പന്തലിൽ സന്ദർശിച്ച കേന്ദ്ര ഗവൺമെൻറ്റിലെ വക്താക്കൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയും അതേപോലെ വി മുരളീധരനും ഒക്കെ വന്നപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന കാര്യം ഞങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുകയുണ്ടായി, നിവേദനം കൊടുക്കുകയുണ്ടായി. ആശാവർക്കർമാർ ഒരുപോലെ അവരോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുകയും പ്ലസ് ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 21,000 എന്നുള്ള ഒരു തുകയിലേക്ക് എത്താൻ കഴിയും. ഓണറേറിയം മാത്രമായി ഇപ്പൊ 21,000 എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. നടക്കുന്ന കാര്യമാണത്. അത് ഞങ്ങൾ നടത്തിയിരിക്കുന്ന ആ നീക്കത്തിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിനകത്ത് ജെ.പി. നദ്ദയുടെ ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങളുടെ സമരത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതുകൂടിയായിട്ടാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. 21,000 രൂപയാക്കുക എന്നത് ഒട്ടും വലിയ ഒരു ഡിമാൻഡല്ല. കാരണം 700 രൂപ മിനിമം വേതനം അംഗീകരിച്ചൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് LDFിൻ്റെ പ്രകടന പത്രികയിൽ 700 രൂപയാക്കണം, മിനിമം വേതനം 700 രൂപയാക്കണം സ്കീം വർക്കേഴ്സിന് എന്ന് അവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. LDFിൻ്റെ പ്രകടന പത്രികയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അത് ഇവിടുത്തെ വിഷയമല്ല. LDF പ്രകടന പത്രികയിൽ അങ്ങനെ എഴുതിയാലും ഇല്ലെങ്കിലും എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ശരി, 700 രൂപ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രമാത്രം ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് 233 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുക, ഒരു കുടുംബം പുലർത്തുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതിനോടാണ് ഈ കേരളം മുഴുവനും മാത്രമല്ല ഇന്ത്യ മുഴുവനുമുള്ള തൊഴിലാളികളും മറ്റ് ജനപ്രതിനിധികളും ബുദ്ധിജീവികളും കവികളും എന്ന് വേണ്ട എല്ലാവരും തന്നെ അതിനെ പിന്തുണയ്ക്കുന്നത്. ആ പിന്തുണ ഇന്ന് ഏറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത്രമാത്രം കടുത്ത തൊഴിൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഒരല്പം കൂടി ഒരു മെച്ചപ്പെട്ട ഒരു വേതനം അവർക്ക് കൊടുക്കണമെന്ന കാര്യത്തിലാണ്. അതുകൊണ്ട് ഇത് ഒട്ടും വലുതല്ല. 21,000 രൂപ എന്ന മിനിമമാണ്. ആ മിനിമം കിട്ടേണ്ടത് വളരെ വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് കേരളം.